ക്രിസ്മസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തെ ലക്ഷ്യമാക്കി ആക്രമണങ്ങളും ഭീഷണികളും ഉണ്ടായതായി നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പള്ളികൾ, പ്രാർത്ഥനാ സഭകൾ, കരോൾഗാന പരിപാടികൾ എന്നിവയ്ക്കിടെയാണ് ചില സ്ഥലങ്ങളിൽ അക്രമം ഉണ്ടായത്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, UP, ഒഡീഷ, ഉത്തരാഖണ്ഡ്, എന്തിന് കേരളത്തിൽ നിന്ന് പോലും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പള്ളികളിൽ കയറി ആരാധന തടസ്സപ്പെടുത്തുക, കരോൾ ഗാനങ്ങൾ ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുക, ക്രിസ്മസുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെ വിൽപ്പന തടയുക, മതപരിവർത്തനം ആരോപിക്കുക തുടങ്ങി ആക്രമണങ്ങൾ പലതരത്തിലായിരുന്നു. മധ്യപ്രദേശിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ മതപരിവർത്തനം എന്നാരോപിച്ച് സംഘികൾ ആക്രമണം നടത്തി. ജബൽപൂരിൽ BJP വനിതാ നേതാവ് അനുജ് ഭാർഗവ കാഴ്ചപരിമിതയായ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്. സർക്കാർ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ക്രിസ്മസ് ആഘോഷത്തിന് എത്തിയപ്പോഴായിരുന്നു വനിതാ നേതാവ് അക്രമം അഴിച്ചുവിട്ടത്. മതപരിവർത്തന പരിപാടിയാണെന്നാണ് സംഘികൾ ആരോപിക്കുന്നത്. പാലക്കാട്, പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിനു നേരെ BJPക്കാർ ആക്രമണം അഴിച്ചുവിട്ടു. BJP പ്രവർത്തകൻ അശ്വിനി എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുട്ടികളെയാണ് ആക്രമിച്ചത്. പലരും അറസ്റ്റിലാവാൻ ഇനിയുമുണ്ട്. UPയിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ ക്രിസ്മസ് ആഘോഷങ്ങൾ തടഞ്ഞു. ഡൽഹിയിൽ ബദൽപൂർ മാർക്കറ്റിൽ സാന്താക്ലോസിന്റെ തൊപ്പിയണിഞ്ഞ സ്ത്രീകളെ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി. ക്രിസ്മസ് വീട്ടിൽ പോയി ആഘോഷിച്ചാൽ മതി എന്നായിരുന്നു ആജ്ഞ. ഹരിദ്വാറിൽ ഉത്തർപ്രദേശ് ടൂറിസം വകുപ്പ് ഹോട്ടലിൽ നടത്താനിരുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ റദ്ദാക്കി. ഹിന്ദു പുരോഹിത സംഘടനയാണ് ഇവിടുത്തെ പ്രശ്നക്കാർ. UPയിലെ യോഗി ആദിത്യനാഥ് ക്രിസ്മസ് അവധി റദ്ദാക്കി. അന്നേ ദിവസം UPയിലെ വിദ്യാലയങ്ങൾക്ക് പ്രവൃത്തി ദിവസമായിരിക്കും. തിരുവനന്തപുരത്ത് ഗണഗീതം പാടണമെന്ന നിർബന്ധം പിടിച്ചതിനെ തുടർന്ന് പോസ്റ്റ് ഓഫീസുകളിലെ ക്രിസ്മസ് ആഘോഷം വിലക്കേണ്ടി വന്നു. ക്രിസ്മസ് ദിനത്തിൽ ഗണപതി സ്തുതിയും ഗണഗീതവും ഉൾപ്പെടുത്തണമെന്നായിരുന്നു സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയന്റെ ആവശ്യം. തുടർന്നാണ് ക്രിസ്മസ് ആഘോഷം വേണ്ടെന്ന് വെച്ചത്. കേരളത്തിൽ RSS നിയന്ത്രണത്തിലുള്ള സ്വകാര്യ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കുട്ടികൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേണ്ടി പിരിച്ച പണം മാനേജ്മെന്റ് നിർബന്ധപൂർവം തിരിച്ചു കൊടുപ്പിച്ചു. ഒഡീഷയിലെ ഭുവനേശ്വരിൽ ക്രിസ്മസ് ആഘോഷത്തിനുള്ള സാധനങ്ങൾ വിറ്റവരെ ഭീഷണിപ്പെടുത്തി. ഇത് ഹിന്ദുത്വ രാജ്യമാണെന്നാണ് ആക്രമികൾ പറഞ്ഞത്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സാന്റാക്ലോസിന്റെ തൊപ്പിയും നക്ഷത്രങ്ങളുമാണ് അവർ വിറ്റിരുന്നത്. നിങ്ങൾ ഹിന്ദുക്കളാണോ എന്നാണ് വിൽപ്പനക്കാരോട് സംഘികൾ ചോദിച്ചത്. ബംഗളൂരുവിലെ സത്യനിഷ്ഠ ആര്യ ക്രൈസ്തവരുടെ സ്വകാര്യ ചടങ്ങ് കയ്യേറി, ഭീഷണി മുഴക്കി. ഇയാളുടെ വീഡിയോ വൈറലാണ്. ഹാളിൽ കയറി ഇയാൾ ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ചെയ്തു. ബൈബിളിനെയും കന്യാമറിയത്തെയും ഇയാൾ അപകീർത്തിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതൊക്കെയാണെങ്കിലും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പോരാടുന്ന കാസയുടെ പോരാളികൾ ആക്രമണങ്ങളൊന്നും കണ്ടിട്ടില്ല. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഗണഗീതം ആലപിക്കാനുള്ള നീക്കത്തെ കാസ പേജുകൾ ന്യായീകരിക്കുകയാണ്. ക്രിസ്ത്യാനി യുവതി BMS പ്രവർത്തകയായതിന്റെ ചൊരുക്കാണെന്നാണ് കാസ വിമർശകരുടെ പരിഹാസം. സുഡാപ്പി ഹാൻഡിലുകൾ കുപ്രചാരണം നടത്തുകയാണത്രേ. ക്രിസ്മസ് ആഘോഷം റദ്ദാക്കി യാഥാർത്ഥ്യമെന്ത് എന്ന ശീർഷകത്തിൽ ദീർഘമായ പോസ്റ്റും അവർ തയ്യാറാക്കിയിട്ടുണ്ട്. BJPയുമായി നമുക്ക് ഒരുമിച്ച് ഭരിക്കാമെന്നാണ് ഒരു കാസ പേജ് അഡ്മിന്റെ ആഗ്രഹം. ഗുജറാത്ത് സ്വദേശി ഇന്ത്യൻ നാവികസേനയുടെ വിവരങ്ങൾ ചോർത്തിയതിൽ BJPയെ ന്യായീകരിക്കാനും സമയം കണ്ടെത്തിയിരിക്കുന്നു. രാജ്യത്താകമാനം ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടക്കുമ്പോൾ മുനമ്പത്തെ BJPയുടെ വിജയം ആഘോഷിക്കുകയാണ് മറ്റൊരു കാസ പേജ്. സംഘികൾ ക്രിസ്മസ് ആഘോഷിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് സങ്കടപ്പെടുന്നത് ചില പ്രത്യേക മതക്കാരാണെന്നാണ് കാസർഗോഡിന്റെ വാദം. തങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പോലും നിശബ്ദത പാലിക്കുകയും വിമർശിക്കുന്നവരെ ജിഹാദികളാക്കുകയും ചെയ്യുന്ന ക്രിസംഖികളെ ക്രൈസ്തവ സമൂഹം തള്ളിപ്പറയണം. ക്രിസംഖികളിൽ നിന്ന് ക്രൈസ്തവരെ രക്ഷിക്കുന്നത് അടിയന്തര കർത്തവ്യമായി ക്രൈസ്തവർ ഏറ്റെടുക്കണം.